യൂണിവേഴ്സ് ഇന്ന് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനിടയിൽ ഫ്രീ റീഡിങ്ങിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു. 3 പേരായി, 3 പേർക്ക് റീഡിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫ്രീ റീഡിങ് എപ്പോഴൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനി ആരും ദയവ് ചെയ്ത് ഫ്രീ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിളിക്കരുത്. പിന്നെ ആദ്യത്തെ മെസ്സേജ് ടൈം ടു ഹീൽ സ്നേക്ക് സ്പിരിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകൾ അത് ഹീൽ ചെയ്യേണ്ട സമയമാണെന്നാണ് പറയുന്നത്. നമുക്ക് 3 തരത്തിലുള്ള ഹീലിംഗ് ആണ്: ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സ്പിരിച്വലായിട്ട്. അപ്പോൾ സ്പിരിച്വൽ ഹീലിംഗ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് തന്നെത്താൻ വരും. അപ്പോൾ ആ രീതിയിൽ ഹീലിങ്ങിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നാണ് ആദ്യത്തെ സന്ദേശം. അടുത്തായിട്ട് ബ്രൗൺ ബൈ സ്പിരിറ്റ് ടേക്ക് ടൈം ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, ജോലിഭാരം കൂടുതലുണ്ട്. ഒന്ന് റെസ്റ്റ് എടുത്ത് ഇതിൽ നിന്നപ്പോൾ ഒരു വെക്കേഷന് പോവേ, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ അല്പസമയം ചിലവഴിച്ച് ഒന്ന് റീജുവനേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാറ്റ് സ്പിരിറ്റ് ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ്. ഉച്ച കണ്ടിട്ടില്ലേ, അവർ ഒരാളും പറഞ്ഞത് കേൾക്കില്ല, അവനവൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരു ജീവിയാണ്. അപ്പം അതുമാതിരി മറ്റുള്ളവരുടെ ഡയറക്ഷൻസിനും തീരുമാനങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കാതെ സ്വന്തം വ്യക്തിത്വം കണ്ടെത്തി അതിനനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നത്തിങ് ഈസ് വേസ്റ്റഡ് വൾച്ചർ സ്പിരിറ്റ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും. നല്ല അനുഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്, ചീത്ത അനുഭവങ്ങൾ എന്തിനാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട പാഠങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്ത് പ്രവൃത്തി നിങ്ങൾ പാസിൽ ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും നിങ്ങളുടെ ഒരു വേസ്റ്റ് അല്ല, നിങ്ങളുടെ ജീവിത യാത്രയിലെ ഒരു മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പാണെന്ന് മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫൈനലി മോസ്റ്റ് സ്പിരിറ്റ് ടെൻഡ് ടു സ്മോൾ തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, തുള്ളികളാണ്, വെള്ളത്തുള്ളികളാണ് സമുദ്രമായി മാറുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുക. റൂം വൃത്തിയായി വയ്ക്കുക, കൃത്യസമയത്ത് എണീക്കുക, ചിട്ടപ്പടിയായിട്ട് ജീവിതചര്യ ഫോളോ ചെയ്യുക. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.